പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ ടാറിംഗ് പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 20ഓടെ തുറന്നു നൽകാനാവുമെന്നാണ് അധികൃതർ അറിയിച്ചത്. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്ത് മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനു മുകളിലായി റീടാറിംഗ് പ്രവൃത്തിയാണ് നടത്തേണ്ടത്. റീടാറിംഗിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ടാറിംഗ് പൂർത്തിയായാൽ പാലം തുറന്നു കൊടുക്കാനാവും. 20ഓടെ പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറക്കാനാവുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. യാത്രാ ദുരിതത്തിന് ഇതോടെ പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. ടാറിംഗ് പണി ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ പണി പൂർത്തിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റ് അഭിപ്രായങ്ങൾക്കും കാര്യമായ പ്രസക്തിയില്ല. എന്തായാലും MLA തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 20-ാം തീയതിക്കുള്ളിൽ പാലം തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് MLA പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ നമുക്ക് തുറന്ന് ലഭിക്കും. നമ്മളെ യാത്രാ സൗകര്യം സുഗമമായി നടക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നമ്മളെ താലക്കുടൽ റോഡ് വളരെ ശോചനീയമാണ്. അതും നന്നല്ല. അപ്പൊ ഇതിപ്പോ എത്രയും പെട്ടെന്ന് ആയെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളെ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തിരക്ക് വേറെയും. അപ്പൊ പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മാസം 14 മുതലാണ് താവം മേൽപ്പാലം അടച്ചിട്ടത്. KSTP റോഡ് നവീകരണത്തിന് സംസ്ഥാന സർക്കാർ 18 കോടി രൂപയാണ് അനുവദിച്ചത്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാപ്പിനിശ്ശേരി താവം റെയിൽവേ മേൽപ്പാലങ്ങളും അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.